ഇപ്പോൾ സാധാരണ നമ്മുടെ നാട്ടിൽ പറയാറുള്ളൊരു കാര്യം, റിട്ടയർമെൻറ്റ് ലൈഫോടുകൂടി പല കാഴ്ചപ്പാടുകളാണ് ആളുകൾക്ക് റിട്ടയർമെൻറ്റ് ലൈഫിനോടുള്ളത്. ചില ആളുകൾ പറയുന്നത് ഇനിയിപ്പോൾ എന്ത്, ഞാൻ ഇത്രയും കാലമൊക്കെ ജോലി ചെയ്തില്ല, ഇനി മതി, ഇനി വീട്ടിൽ ഭാര്യയും മക്കളും അല്ലെങ്കിൽ വീട്ടിൽ ഒതുങ്ങിക്കൂടുന്ന കുറേ ആളുകൾ നമ്മൾ കാണാറുണ്ട്. എന്നാൽ മറ്റു ചില ആളുകളുണ്ട്, അവർ ഇതുവരെ ഞാനൊരു ചട്ടക്കൂടിനകത്തിരുന്നുണ്ടായിരുന്നത്, പക്ഷേ ഇനി എനിക്ക് എൻ്റെതായ ഒരുപാട് മേഖലയിൽ പ്രവർത്തിക്കാൻ പറ്റും. രാഷ്ട്രീയ മേഖലയിലേക്ക് വരുന്ന ആളുകളുണ്ട്, അതുപോലെ വിവിധ സാമൂഹിക മത സംഘടനകളുടെ നേതൃത്വത്തിൽ വരുന്ന ആളുകളുണ്ട്, പ്രബോധന പ്രവർത്തനങ്ങളിൽ സജീവമായി തിളങ്ങാൻ പരിശ്രമിക്കുന്ന ആളുകളുണ്ട്. ആ രൂപത്തിൽ സാമൂഹ്യ പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന പലതരത്തിലുള്ള ആൾക്കാർ. ഇനി വേറൊരു ടീം കൂടെ ഉണ്ട്, അവരെ കൊണ്ട് അവർക്കോ നെഗറ്റീവ്, ഞാൻ ഇനിയിപ്പോൾ എന്ത് ചെയ്യും, ആകെ ടെൻഷൻ അടിച്ച് മടുപ്പുളവാക്കി, ഇനി എനിക്ക് എവിടേക്ക് പോകാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞ് ആകെ നെഗറ്റീവായിട്ട് അവർക്കും നാശമാണ്. അതോടൊപ്പം തന്നെ അവരുടെ പരിസരങ്ങളിലുള്ള ആളുകൾ, അഥവാ പ്രത്യേകിച്ച് വീട്ടിലെ ആളുകൾക്കൊക്കെ പ്രയാസപ്പെടുന്നു. ഇങ്ങനെയൊക്കെ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ, വ്യത്യസ്തമായ രീതികൾ ഇതൊക്കെ നമ്മൾ കാണാറുണ്ട്. ഇനി റിട്ടയർമെൻറ്റ് ആവുന്ന സമയത്ത് ചില കുടുംബങ്ങളെങ്കിലും പറയാറുള്ളൊരു കാര്യം, അല്ലാ ഇനിയിപ്പോൾ എന്താ ചെയ്യുക, വീട്ടിൽ ആഴ്ചയിൽ ഒരു ദിവസം 2 ദിവസമൊക്കെ ലീവ് ഉണ്ടായാൽ ആ ദിവസം തന്നെ ഇയാളെ കൊണ്ട് അല്ലെങ്കിൽ ഇവരെ കൊണ്ട് പ്രയാസപ്പെടുകയാണ്. ഇനി ഫുൾ ടൈം ഒരു ജോലി ഇല്ലാതെ വീട്ടിൽ നിൽക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ഞാൻ ഇവരെയൊക്കെ സഹിക്കുക, എങ്ങനെ ഇനി അദ്ദേഹത്തെ കോപ്പറേറ്റ് ചെയ്ത് പോകും എന്ന് ചിന്തിക്കുന്ന അല്ലെങ്കിൽ അത് പറയുന്നതൊക്കെ ഇങ്ങനെ ഒരുപാട് കാഴ്ചപ്പാടുകളുണ്ട്. അപ്പോൾ എവിടെ നിന്ന് നമ്മൾ തുടങ്ങും?